സോ ഗൈസ്, പുഷ്പ ടു ദ റോൾ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പുഷ്പ 1ൻ്റെ സീക്വലാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. എൻ്റെ അവിടെ നിർത്തിയത് കൈൻഡ് ഓഫ് അവിടെ തന്നെയാണ് തുടങ്ങുന്നത്. ഇവർ തമ്മിലുള്ള ഈഗോ ക്ലാഷാണ് മെയിൻ കോർ പ്ലോട്ട്. പിന്നെ പടം അങ്ങനെ പ്രോഗ്രസ് ചെയ്ത് പോവാണ്. പക്ഷേ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വില്ലൻ്റെ ക്യാരക്ടർ, നമ്മുടെ ഫഹദ് ഫാസിൽ പ്ലേ ചെയ്ത ക്യാരക്ടറിൻ്റെ ഡെപ്ത് ഒരു സട്ടിലായിപ്പോയി, ഭയങ്കര സബ്മിസീവായിട്ട്. പുള്ളിക്കാരൻ എന്തിനാണ് ഇതിലൊരു വില്ലൻ റോളെന്ന് ചിന്തിപ്പിച്ചു പോയി സുകുമാർ സാർ. NSR സുകുമാർ സാർ പണി വെച്ചിരിക്കെങ്കിൽ തുടക്കം തന്നെ ഒരു ഡോക്കിയായിട്ടുള്ളൊരു ഫൈറ്റ് സീൻ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അത് എന്തിനാണ് ചെയ്തതെന്ന് ആ ഫൈറ്റിൻ്റെ ഐ തോട്ട് അതൊരു എന്താ പറയുക, സ്റ്റാർട്ടിങ് ഫൈറ്റിൽ നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, അത് എൻഡിൽ കൊണ്ട് കണക്ട് ചെയ്യുന്നൊക്കെ. പക്ഷെ അതങ്ങനെ ആയിരുന്നില്ല. ലൈക്ക് അതൊരു ഇൻ്റർനാഷണൽ ഡീലാണ് പറഞ്ഞിട്ട് സം കൈൻഡ് ഓഫ് ഫൈറ്റ്. അത് എന്തിനാ ചെയ്ത് ഒരു ബുള്ളറ്റ് വെട്ടിട്ട് പുഷ്പ വന്നിട്ട് കടലിൽ വീഴും. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഒന്നുമില്ല, ജസ്റ്റ് കട്ട് ചെയ്തിട്ട് രാത്രി ഇവൻ്റെ ബെഡ്റൂമിൽ നിന്ന് ഞെട്ടി എണീക്കുക. അതെന്തോ സ്വപ്നമായിരുന്നു തോന്നുന്നു, വാട്ടെവർ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആരോ സ്വപ്നങ്ങളാണെന്ന് എനിക്കറിയില്ല. ബട്ട് അങ്ങനെ കുറേ ഫൈറ്റ് സീക്വൻസ് ഇതിൽ അത്യാവശ്യം കുഴപ്പമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോജിക്കും ബുദ്ധിയൊക്കെ പാർക്കിങ്ങിൽ വെച്ചിട്ട് കയറിക്കഴിഞ്ഞാൽ ഓക്കെ, ഫൈറ്റ് സീൻസൊക്കെ എൻജോയ് ചെയ്യാം. പിന്നെ അത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ പാസം അങ്ങോട്ട് കുത്തി നിറച്ചിട്ടുണ്ട്. അതായത് മാസിൻ്റെ ഒപ്പം പാസം, അതാണ് ഇതിൻ്റെ ഒരു ടാഗ് ലൈൻ. ക്ലൈമാക്സ് ഒക്കെ സീരിയൽ ലെവലിലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനില്ല. പിന്നെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് അത് അതിലേറെ, അയ്യോ, എൻ്റെ ടൈലൻ്റൊക്കെ വേണ്ടിയിരുന്നില്ല. കാരണം ഇവർ വില്ലനെ കൊണ്ടുവരുന്നത് ഒന്നില്ലെങ്കിൽ ഒത്തിരിയെങ്കിലും ഒന്ന് എൻഗേജിങ് ആക്കാണ്ട് പുഷ്പയ്ക്ക് ഫുൾ പവറും കൊടുത്തിട്ട് ചുമ്മാ ഒരു വില്ലനെ പേരിന് വന്നിട്ട് നിർത്തിയിട്ട് തട്ടിക്കളയണതിൽ എന്താ കാര്യം എന്ന് എനിക്ക് മനസ്സിലാകണില്ല. അല്ലെങ്കിൽ പിന്നെ മ്യൂസിക്കിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. എനിക്ക് മറ്റേ ആ ഒരു ഫീലിംഗ് സോങ് കേട്ടപ്പോൾ നമ്മുടെ സാഡി കെഫാളിസ് ആ പാട്ടിൻ്റെ കുറേ വൈബൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. കിസുക്കൊന്നും സഹിക്കാൻ പറ്റില്ല. ബട്ട് ആ ഒരു ടെമ്പിളിൽ വെച്ചൊരു പാട്ടുണ്ട്, അതായത് പുഷ്പരാജ് പെൺവേഷം കെട്ടിയിട്ടുള്ളൊരു ഡാൻസൊക്കെ ഇല്ല, അത് കഴിഞ്ഞിട്ട് വരുന്നൊരു ചെറിയ പോർഷൻ, അതും ആ സാമിൻ്റെ ആ റെഫറൻസിലുള്ള അത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഒരു പാട്ടും 5 കായികം കൊള്ളില്ല. അല്ലു അർജുൻ്റെ ആക്ടിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തോളിങ്ങനെ ചരിച്ചിട്ട് നമ്മളെ ലാലേട്ടന് പോലും ഇത്രയും ചരിവുണ്ടാവില്ല. ഇങ്ങനെ ചരിച്ചങ്ങോട്ട് നടക്കുമ്പോൾ നമുക്ക് ഒരു വയ്യാത്ത ആളില്ലേ, വയ്യാണ്ട് നടക്കില്ല ആൾക്കാർ, അതുപോലെയാണ്. വയ്യാത്ത ക്യാരക്ടറായിപ്പോയി, ഐ മീൻ ക്യാരക്ടർ സ്റ്റൈലായിപ്പോയി. അത് ഓവറാക്കി ഇത്തിരി കുറച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അത് വിട്ട് കഴിഞ്ഞ് പിന്നെ പറയാനുള്ളത് ഒരു ആക്സെൻറ്റ്. ഞാൻ തമിഴിൽ ഡബ് ചെയ്ത ഓഫ് കോഴ്സ് അല്ലു അർജുനല്ല, പക്ഷേ ആ ഒരു ആക്സെൻറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് പുള്ളി ഒരുമാതിരി ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, വേണം വെച്ച് മനസ്സിലാക്കാത്ത രീതിയിൽ സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുക. പല ഡയലോഗ്സും മിസ്സാവുന്നുണ്ട്. അതാണ്. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത് ഫഹദിൻ്റെ ക്യാരക്ടറാണ്. അയ്യോ, പുള്ളിക്കാരനെ ഇട്ട് തേജോവധം. പുള്ളിക്കാരനെ എന്താ പറയുക, എങ്ങനെയൊക്കെ തേച്ചൊട്ടിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ തേച്ചൊട്ടിച്ചിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഫഹദിനെ കോമഡി പീസാക്കി വിട്ട് രശ്മിക പറഞ്ഞാൽ ഫീലിങ്സ് ആൻഡ് മൂഡ്, തൊട്ട ഫീലിങ്സ് മാറ്റർ, ഇതാണ് രശ്മികൻ്റെ ഇതിൽ റോള് വന്നിട്ട്. ഇതിനാണ് നാഷണൽ അവാർഡ്. ഞാൻ നാഷണൽ അവാർഡ് അങ്ങ് കൊടുത്തു കഴിഞ്ഞ് ഞാൻ ഉണ്ടല്ലോ ഇവിടെ നിന്ന് എടുത്ത് ചാടും. പിന്നെ അതാണ്, ഇതിൽ വില്ലന്മാരൊന്നും വലിയ കാര്യമില്ല, ഒക്കെ ടിപ്പിക്കൽ ക്ലീഷേ പരിപാടിയാണ്. ഒരു പൊടിക്ക് പോലും എൻഗേജിങ്ങോ അത് കൂടി ഇതിൽ ഇപ്പോൾ കണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വിഷ്വൽസ് ഉണ്ട് അവിടെ അങ്ങനെ ചെതറിക്കിടക്കുന്നുണ്ട്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ പടത്തിൽ പറയാനായിട്ടൊന്നുമില്ല. ഇവർ KGF ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്താണ്. ഇതിപ്പോൾ മാർട്ടിനെ ബീറ്റ് ചെയ്യാൻ ഡൗട്ട്. പക്ഷെ ഇല്ല, അത്രയ്ക്ക് ബോറൊന്നും അല്ല, കാണുകയൊക്കെ ചെയ്യാതെ. ഇപ്പോൾ തെലുങ്ക് ഓഡിയൻസിനൊക്കെ ഈ മാസും പാസും ഒക്കെ അത്യാവശ്യം വർക്കൗട്ട് ആവണമുണ്ട്, പടം കയറിപ്പോവും. അതാണ്. പിന്നെ അല്ലു അർജുൻ, രശ്മിക, മാർക്കറ്റ്, ആ വാല്യൂ ഒക്കെ ഉണ്ടല്ലോ, അത് വെച്ച് പടം കയറും. എന്നാലും ഇത്രയ്ക്ക് കത്തിയാക്കേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ. ഇതിൻ്റെ മെയിൻ പ്രശ്നം തന്നെ ആ ഒരു നമുക്ക് KGF കിട്ടുന്ന ആ ഒരു ഇമോഷണൽ കണക്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഈ അണ്ടർ ഡോഗായി പ്ലേ ചെയ്യണത് ഓരോ ലെവലായിട്ട് നമുക്ക്
അറിയാൻ പറ്റും. അതായത് ഇവൻ്റെ പ്രോഗ്രസ് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് മേലേക്ക് എത്തുന്നത് നമുക്ക് ഉള്ളിൽ ഫീൽ ചെയ്യാൻ പറ്റും. ഇതുപോലെ എടുത്ത പിടിച്ച് ഞാൻ ഇന്നത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് നടക്കണ നമ്മൾ പറയില്ല ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുന്നത്, അത് നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ഒരാൾക്ക് കിട്ടുകയാണെങ്കിൽ അയാൾക്ക് ഫീൽ ചെയ്യുന്നല്ലാണ്ട് അത് കാണുന്നവർക്ക് ഫീൽ ചെയ്യില്ലല്ലോ. ഇവരതാ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് പുഷ്പ കാര്യം വിചാരിച്ചാൽ അത് അപ്പം നടക്കും. അത് എങ്ങനെയാണെന്നൊന്നും ഇവർ പറയുന്നില്ല. ഒക്കെ അങ്ങനെയാണ് വിശ്വസിക്കണം നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആ ഒരു അടിച്ചേൽപ്പിക്കലുണ്ടല്ലോ, അതാണ് ഈ പടം മൊത്തം. അപ്പോൾ 3.5 മണിക്കൂർ ദുരന്തം അനുഭവിച്ചിട്ട് വന്നിരിക്കണം. നിങ്ങളും വേണമെങ്കിൽ പോയി തലവെച്ചോ. പിന്നെ അവസാനം ട്രെയിൻ കയറി പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല.